ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഒറ്റ കവർ, ഒരു പീസ് കവർ അതിൻ്റെ അടുത്തുള്ളൂ. ഇപ്പോൾ ഇങ്ങനത്തെ കവറുകൾ വരുന്നത് വളരെ കുറവാണല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കി നോക്കാം, എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ ഈ ഒരു ഇതെടുത്തിട്ടുണ്ട്, കവർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ലെവൽ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ആ ഒരു ക്ലോസ് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഓപ്പൺ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മൾ ഓരോ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് നമ്മളൊരു പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് ഇത്രയും ഈ ഒരു അളവിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിന് അളവും കാര്യങ്ങളൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഓരോ ത്രടിക്ക് അനുസരിച്ചിട്ട് എടുക്കാം. വലിയ പെറ്റൽ വേണമെന്നുള്ളവർക്ക് വലിയ പീസിൽ തന്നെ കട്ട് ചെയ്യാം. ഞാൻ ഇത്രയും എന്തായാലും ചെറിയൊരു പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഫ്ലവർ വയർ ആയിരുന്നു. ആ ഒരു ഫ്ലവർ വയർ ഇതേപോലെ ഒരു ഫെവിക്കോളിൻ്റെ ഗമ്മിൽ ഇതിങ്ങനെ വളച്ചിട്ട് അങ്ങനെ ആ ഒരു റൗണ്ട് ഷേപ്പിലാക്കി എടുക്കുന്നു. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നിങ്ങനെ കെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ വലിച്ചെടുക്കുന്നു. അപ്പോൾ ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇതിങ്ങനെ പൊതിഞ്ഞ് കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഏതെങ്കിലും ത്രെഡ് വെച്ചിട്ട് ജസ്റ്റ് നല്ല രീതിയിലൊന്ന് കെട്ടി സെക്യൂർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ കുറച്ചധികം കട്ടിയുള്ള ത്രെഡ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നമ്മൾ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന ത്രെഡൊക്കെ എടുത്തിട്ട് ചെയ്താൽ അത് നമുക്ക് നല്ല മുറുക്കെ ഇങ്ങനെ കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് നല്ല പാടായിരിക്കും. അതേപോലെ തന്നെ കെട്ട് വീടാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെയാണെങ്കിലും പാടായിരിക്കും. അപ്പോൾ ലാസ്റ്റ് അതിങ്ങനെ ഇളകി പോരാനും ചാൻസ് ഉണ്ട്. അതിനേക്കാളും നല്ലത് കട്ടിയുള്ള ത്രെഡായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്ന എംബ്രോയിഡറിൻ്റെ നൂല് വെച്ചിട്ട് അതിന് ഇങ്ങനെ ഒരു കട്ടിങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. നമ്മൾ ഒരു പെറ്റൽ അതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെറ്റൽ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന അത്ര മാത്രം. അതുകൊണ്ട് തന്നെ ഈസിയാണ്, നമുക്ക് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫെവിക്കോളിൻ്റെ മൂടിക്ക് പകരം ഫെവിക്കോളിൻ്റെ കുപ്പിക്ക് പകരം വേറെ ഏതെങ്കിലും റൗണ്ട് ഷേപ്പിലുള്ള ഏതെങ്കിലും ഒരു ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ജസ്റ്റ് ആ ഒരു ഫ്ലവറിൻ്റെ അതിൻ്റെ പെറ്റലൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം ഫ്ലവർ വയറാണല്ലോ, നമുക്ക് ഒടിക്കാനും മടിക്കാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു ഫ്ലവർ വയറിന് പറയാൻ നമുക്ക് കെട്ടുകമ്പി, നൂൽക്കമ്പി അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുക്കാം കേട്ടോ. ഏറ്റവും നല്ലത് ഫ്ലവർ വയറിനേക്കാളും കെട്ടുകമ്പി ആയിരിക്കും, കാരണം നല്ല കട്ടിയിലുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ 3 പെറ്റൽ ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഒരു പെറ്റൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 5 ആണ് വേണ്ടത്. 4 വെച്ചാലും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. അതേസമയം 5 വെച്ചാലും ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് വൈറ്റ് കളർ, ഈ ഒരു വൈറ്റ് കളറായിരുന്നു കവർ ഉണ്ടായിരുന്നത്. അതേസമയം ഇതിന് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒത്തിരി കവറും കാര്യങ്ങളൊക്കെ കിട്ടും ചില ഷോപ്പിൽ നിന്നൊക്കെ. എനിക്ക് എന്തായാലും ഈ ഒരു കളറായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും. വൈറ്റും അടിപൊളിയാണ്. വൈറ്റ് നമ്മൾ എപ്പോഴും ഒരു ഇത് കൊടുക്കുന്നൊരു കളറാണല്ലോ. വൈറ്റും അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാനതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് ഏറ്റവും നല്ലത് ഗ്രീൻ കളറിൽ എടുക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റോസ് അതേപോലെ തന്നെ ചുവപ്പ് അതൊക്കെ എടുത്താൽ ചിലപ്പം അത്ര നന്നാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ആ ഒരു ത്രെഡും എടുക്കുന്ന ടൈമിൽ നമ്മൾ ഗ്രീൻ കളർ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തണ്ടിൻ്റെ കളറാണല്ലോ ഗ്രീൻ കളർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമ്മുടെ ഒരു പഞ്ഞീൻ്റെ ഇതിന് പകരം എന്തെങ്കിലും എടുത്താൽ മതി, ഒരു പഞ്ഞി എങ്ങാനും എടുത്താൽ മതി. അപ്പം ഞാൻ ഇതൊരു മഞ്ഞ തുണിയായിരുന്നു. അപ്പോൾ ആ ഒരു തുണി ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് ഇതിൻ്റെ അടുത്തുണ്ടായിരുന്ന ആ ഒരു പഞ്ഞിൻ്റെ ബോൾസ് പോലത്തെ സംഭവം ഞാൻ ആ ഒരു തുണിയിലേക്ക് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് അതിങ്ങനെ ചുരുട്ടി മടക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ലാസ്റ്റ് ആ ത്രെഡ് വെച്ചിട്ട് നല്ല രീതിയിൽ കെട്ടി സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പൂവിൻ്റെ നടുവിൽ വെക്കാനുള്ള ഒരു ഇതായിട്ടാണ് നമ്മൾ എടുക്കുന്നത് കണ്ടോ, ഈ ഒരു രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഉണ്ടൊരു പോലത്തെ സംഭവം മിഥുവിൻ്റെ ബർത്ത്ഡേൻ്റെ തൊപ്പീൻ്റെ അതിൻ്റെ ഡിസൈൻ പോലെ ഉണ്ടായിരുന്ന സംഭവമായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം നമ്മളിതാ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 4 പെറ്റലും ഇതേപോലെ ഇതിന് ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് തണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു നമ്മുടെ ബാമ്പു സ്റ്റിക്കാണ്. ആ ഒരു ബാമ്പു സ്റ്റിക്കും കൂടെ അതിന് നടുക്ക് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തു. അതായത് ആ ഒരു നടുവിൽ വെച്ച ആ ഒരു മഞ്ഞ അതിൻ്റെ സംഭവം, അതേപോലെ തന്നെ അതിൻ്റെ 4 പെറ്റലും ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തു. നല്ല രീതിയിൽ കെട്ടിയിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഫ്ലവർ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു റൗണ്ട് ഷേപ്പിന് ആ ഷേപ്പ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും, വിടർത്തി വെക്കാൻ വേണ്ടിയിട്ട് പറ്റും, മുട്ട് പോലെ ചുരുട്ടി വെക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ആ ഒരു ഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ മുഴുവനായിട്ട് ഇനി ഗ്രീൻ ടാപ്പ് ചുറ്റി കൊടുക്കുകയാണ്. ആ ഒരു അടിഭാഗം നമ്മൾ ആ ഒരു നൂലിൻ്റെ ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിൽ പുറത്ത് കാണുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു സ്റ്റിക്കിൽ ആദ്യം തന്നെ ഗ്രീൻ ടാപ്പിൻ്റെ മേലെ ഞാൻ ഫസ്റ്റ് തന്നെ കുറച്ച് ഫെവിക്കോൾ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടായിരുന്നു ഇങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്തെങ്കിലും ഒരു പശ വെച്ചിട്ട് ഫസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രമേ ഇത് പിന്നെ നമ്മൾ വലിക്കുന്ന ടൈമിൽ നന്നായിട്ട് ഒട്ടി നിന്നോളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ മാത്രം ഫസ്റ്റ് ഒട്ടിക്കുന്ന ടൈമിൽ ഒന്ന് പശയാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഞാൻ ചുറ്റി സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു ഫ്ലവർ ഉണ്ടാക്കുന്നത് മാത്രമേ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ, കാരണം ഒരു ഫ്ലവറിൻ്റെ ആവശ്യമുള്ളൂ, കാരണം ഒന്നുപോലെ തന്നെയാണല്ലോ അടുത്തതും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മഞ്ഞ ബോൾസിന് പകരം ഞാൻ ഉള്ളിൽ വെച്ച ആ ഒരു പഞ്ഞിക്ക് പകരം നിങ്ങൾക്ക് സാധാരണ കോട്ടനും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പം ഞാനിതാ ഒന്നെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
ഞാൻ ആകെ 2 ഫ്ലവേഴ്സായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മൊത്തം ഒരു വലിയ കവറിൻ്റെ അകത്തുനിന്ന്, അതായത് കുഴപ്പമില്ലാത്തൊരു വലുപ്പത്തിലുള്ളൊരു കവറായിരുന്നു എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത്. അതിൽ നിന്നും ഞാൻ 2 എണ്ണമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കുറച്ചും കൂടി കവർ അധികം കിട്ടിയായിരുന്നെങ്കിൽ ഞാനൊരു 3-4 എണ്ണം കൂടി ഉണ്ടാക്കായിരുന്നു. കാരണം അത്രയ്ക്കും ഇതിൻ്റെ ഫൈനൽ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നമ്മളിത് വെറുതെ കളയുന്ന ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ഇത് അടിപൊളിയായി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഈ ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒത്തിരി ഉണ്ടാക്കാൻ കഴിയുന്നവരാണെങ്കിൽ ഒത്തിരി ഉണ്ടാക്കുക. ഒരുമിച്ച് ഇതിങ്ങനെ എവിടെയെങ്കിലും വെച്ചാൽ നല്ല അടിപൊളി ഭംഗിയായിരിക്കും കേട്ടോ. ഇതുപോലെ വേസ്റ്റായ പലതും വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പലതും ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ചാനൽ അതൊക്കെ ഒന്ന് കയറി നോക്കുക. പിന്നെ ഇതുപോലെ ഇതുപോലെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും മൽക്കുത്തായിട്ട് വീഡിയോ കാണുക. ടാറ്റാ.